മക്കളെ 25-ാം തീയതിയാണ് +1 എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാം വരുന്നത്. അതിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ഷുവർ ടോപ്പിക്സ് എല്ലാ ചാപ്റ്ററിനുള്ള ഷുവർ ടോപ്പിക്സ് ആണ് മിസ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം മക്കളെ. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവിടെ നമുക്ക് ചോദിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എന്താണെന്ന് എഴുതുക എന്നുള്ളത് പല രീതിയിൽ നിങ്ങളോട് ചോദിക്കും. 4 മാർക്കിനും 3 മാർക്കിനും 2 മാർക്കിനും. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ തരം തിരിക്കാനും കുറേ വേരിയബിൾസ് തന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്നും ഇത്രയേറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റയും. അത് കൂടാതെ സെൻസസ് സർവേ, സാമ്പിൾ സർവേ, സാമ്പിളിംഗ് എറേഴ്സ് കൂടെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കണം. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആവർത്തന വിതരണ പട്ടിക നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാ ചെയ്യുന്നത്. അതേപോലെ ക്ലാസിഫിക്കേഷനും അതേപോലെ കണ്ടിന്യൂസ് വേരിയബിൾ, ഡിസ്ക്രീറ്റ് വേരിയബിളും നമ്മൾ ഇന്നലെ ലൈവിൽ നോക്കിയ സമയത്ത് ഇഷ്ടംപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അതേപോലെ എക്സ്ക്ലൂസീവ് ക്ലാസും ഇൻക്ലൂസീവ് ക്ലാസും, ഇൻക്ലൂസീവിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ആക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രസന്റേഷൻ ഓഫ് ഡേറ്റയിൽ നിന്നും ഇത്രയേറെ കാര്യങ്ങൾ, ഇത്രയേറെ ഡയഗ്രാംസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ടേബിൾ ആണ്. ഒരു ടേബിളിന്റെ പാർട്സ്, അതേപോലെ തന്നെ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഏതാണ്? അത് ഒജീവ്സ് ആണ്. അടുത്ത ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഇവിടെ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് മീൻ, മീഡിയൻ, മോഡ് കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മീനിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് കോറിലേഷൻ ആണ്. കോറിലേഷനിൽ സ്കാറ്റർ ഡയഗ്രത്തിന്റെ പ്രോപ്പർട്ടീസ് ാണ് മെയിൻലി ചോദിക്കുന്നത്. ഇത് കൂടാതെ റാങ്ക് കോറിലേഷൻ കൂടെ ഈ ഒരു ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. റാങ്ക് കോറിലേഷൻ, സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ, അതേപോലെ തന്നെ കാൾ പിയേഴ്സിന്റെ കോറിലേഷൻ കൂടെ. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി മക്കളെ. അടുത്തത് ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, അതേപോലെ തന്നെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. ഇനി അതിനുശേഷം ഇൻഡെക്സ് നമ്പറിന്റെ ഉപയോഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ് റിപ്പീറ്റഡ്ലി ഈ ചാപ്റ്ററിന് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യം. അതേപോലെ തന്നെ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സും. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. നമുക്കറിയാം ആ ഒരൊറ്റ ചോദ്യമാണ് ഈ ചാപ്റ്ററിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിന് പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇന്ത്യൻ എക്കോണമിയുടെ ഷോർട്സ് നമ്മൾ വൈകാതെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.